ആധുനിക ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതി യഥാർത്ഥത്തിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ഒരു അഴിമതി രൂപമായിരുന്നു ഇലക്ടറൽ ബോണ്ട്. ആ ഇലക്ടറൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ എന്താ വ്യത്യാസം? ബി ജെ പി ഇലക്ടറൽ ബോണ്ട് കൊണ്ടുവന്നു. അവർക്ക് ഏറ്റവും കൂടുതൽ ഷെയർ കിട്ടിയെന്നത് ശരിയാണ്. 8,000 കോടി രൂപയിലധികം ബി ജെ പിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു. അത് ബി ജെ പി ചെയ്തപ്പോൾ ഞങ്ങളതിൻ്റെ കൂടെ ഇല്ല എന്ന് പറയാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞോ? കോൺഗ്രസ് ഇലക്ട്രൽ ബോണ്ടിൻ്റെ പങ്കുപറ്റുകാരായല്ലേ മാറിയത്? അതിൻ്റെ ഭാഗമായി 1,800 കോടിയിൽ പരം രൂപ കോൺഗ്രസ് കൈപ്പറ്റുന്ന നിലയുണ്ടായില്ലേ? അപ്പോൾ എവിടെയാണ് ബി ജെ പിയുമായുള്ള വ്യത്യാസം കോൺഗ്രസ്സിന് നിൽക്കുന്നത്? അതേസമയം ഇടതുപക്ഷം കൃത്യമായി ഇതിനെതിരെ നിലപാടെടുത്തല്ലോ. തുടക്കത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഞങ്ങൾ ഇതിൻ്റെ ഭാഗമാകാനില്ല എന്ന് വ്യക്തമാക്കി പറഞ്ഞു. ഒരു പൈസയും ഇലക്ട്രൽ ബോണ്ടിൻ്റെ വകയായി ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു. ആ പ്രഖ്യാപിച്ചത് മാത്രമല്ല, ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയെ CPIMൻ്റെ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി സമീപിച്ചു. ആ കേസ് ദീർഘകാലം സുപ്രീം കോടതിയിൽ പരിശോധിച്ചു. അതിൻ്റെ ഭാഗമായാണ് അവസാനം സുപ്രീം കോടതിയുടെ വിധി വന്നത്. അത് ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണ് കൃത്യമായി പറഞ്ഞു. മാത്രമല്ല, ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പുറത്തു വിടണം, സുതാര്യമാകണം. ആർക്കൊക്കെ പണം കിട്ടി, ആരൊക്കെ കൊടുത്തു എന്ന കാര്യങ്ങൾ പുറത്തു വരണം എന്ന് കൃത്യമായി സുപ്രീം കോടതി വ്യക്തമാക്കി. അങ്ങനെ വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയെല്ലാം മറച്ചു വെക്കാനാകും എന്നാണ് ഇത് കൈകാര്യം ചെയ്ത സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലപാട് സ്വീകരിച്ചത്. അത് SBIയുടെ നിലപാടായിരിക്കില്ല എന്നെല്ലാവർക്കും അറിയാലോ. അത്തരം വിവരങ്ങൾ മറച്ചു വെക്കാൻ താല്പര്യമുള്ളവർ BJPയും BJP നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റുമാണ്. അതുകൊണ്ടാണ് SBI അങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചിരിക്കുക. അത് കോടതിയലക്ഷ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് CPIM സുപ്രീം കോടതിയെ തന്നെ സമീപിച്ചു. സുപ്രീം കോടതി ശക്തമായി ഇടപെട്ടു. എല്ലാ വിവരങ്ങളും പുറത്തു വിടണം എന്ന് സുപ്രീം കോടതി ശഠിച്ചു. എന്നിട്ടും തയ്യാറായില്ല. അവസാനം കടുത്ത ശാസനയോടെ സുപ്രീം കോടതി രംഗത്ത് വന്നു. അപ്പോഴാണ് ഇത് മനസ്സിലാക്കാനുള്ള കോഡടക്കം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകുന്നത്.